സൊമാറ്റോയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന നമ്മുടെ ആദ്യത്തെ ദിവസമാണിന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഓർഡർ ലഭിക്കുക, അതൊക്കെ എങ്ങനെയാണ് ഡെലിവറി ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വർക്ക് ചെയ്യേണ്ട ഗിഗുകൾ ബുക്ക് ചെയ്യണം. ഗിഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടൈം സ്ലോട്ട് ആയിരിക്കും. ചിലപ്പം 5 മണി മുതൽ 6 മണി വരെ, അല്ലെങ്കിൽ 7 മണി മുതൽ 8 മണി വരെ, അങ്ങനെയുള്ള ഒരു ടൈം സ്ലോട്ടിനെയാണ് നമ്മൾ ഗിഗ് എന്ന് പറയുക. നമുക്ക് ആദ്യം തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗിഗ് ഏതാണെന്ന് ബുക്ക് ചെയ്യാം. ഇതുപോലെ നമുക്ക് വേണ്ട സ്ലോട്ടുകൾ ചൂസ് ചെയ്ത് ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗിഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ആൾറെഡി ഞാൻ 6 ടു 7, 7 ടു 9 ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗിഗ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓർഡറുകൾ റിസീവ് ചെയ്ത് തുടങ്ങും. ഈ കാണിക്കുന്നതൊക്കെ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുള്ള ലൊക്കേഷൻസ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് ട്രാവൽ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് ഓലയുടെ S1 Pro എന്ന ഇലക്ട്രിക് വെഹിക്കിളാണ്. ചാർജ് എല്ലാം ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഹൈ ഓർഡർ ഏരിയ കാണിച്ച റമീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഇനി അടുത്ത് പോകേണ്ടത്. 3.6 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ റമീസ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഓർഡർ ലഭിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏകദേശം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് നമ്മുടെ ആദ്യത്തെ ഓർഡർ കിട്ടിയത്. അത് കോട്ടയത്ത് തന്നെയുള്ള ഹോളി ക്രോസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു കൊണ്ടു കൊടുക്കേണ്ടിയിരുന്നത്. നമ്മൾ ആദ്യത്തെ ഓർഡർ പിക്ക് ചെയ്ത് ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്ത ഉടനെ തന്നെ നമുക്ക് വീണ്ടും റമീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് അടുത്ത ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ രണ്ടാമത്തെ ഓർഡറും അക്സെപ്റ്റ് ചെയ്ത ശേഷം റമീസ് റെസ്റ്റോറൻറ്റിൽ തിരിച്ചെത്തി ഓർഡർ പിക്കപ്പ് ചെയ്തു. 4 കിലോമീറ്ററിനപ്പുറം ആ ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 33 രൂപയാണ്. ആദ്യത്തെ ഓർഡറിൽ നമുക്ക് 100 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ നമ്മുടെ ബാലൻസ് 133 രൂപയായി. അവിടെ നിന്ന് മടങ്ങി വരുന്ന വഴി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഓർഡർ ലഭിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും റമീസ് റെസ്റ്റോറൻറ്റിലേക്ക്. ഓർഡർ റെഡി ആയപ്പോൾ മൂന്നാമത്തെ ഓർഡർ നമ്മൾ പിക്ക് ചെയ്തു. അതും 4 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. നമുക്കത് ഡെലിവറി ചെയ്ത ശേഷം നമ്മുടെ ടോട്ടൽ ബാലൻസ് 205 രൂപയായിട്ടുണ്ട്. ഈ ഓർഡറിന് ശേഷം നമുക്ക് വേറെ ഓർഡറൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ റമീസിലേക്ക് തന്നെ തിരിച്ചു പോയി. അടുത്ത് നമുക്ക് കിട്ടിയതൊരു ലോങ് ഓർഡർ ആയിരുന്നു. നേരെ റമീസ് ചെന്ന് അതും പിക്ക് ചെയ്ത് നേരെ മയ്യനാടേക്ക്. ആ ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ നമുക്ക് 30 രൂപ ടിപ്പ് ഉൾപ്പെടെ 95 രൂപയാണ് കിട്ടിയത്. പിന്നെ 210 രൂപയുടെ ഗ്യാരണ്ടി ഏണിങ്സ് ആയിട്ട് 39 രൂപയും കൂടെ കിട്ടി. ടോട്ടൽ നമുക്ക് 310 രൂപ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത സമയം കഴിയാറായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഗോ ഹോം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോം ഏരിയയിലേക്കുള്ള ഓർഡേഴ്സ് മാത്രമായിരിക്കും കിട്ടുക. അപ്പോൾ തന്നെ പള്ളിമുക്ക് ഹയാത്തിൽ നിന്ന് നമുക്ക് ഒരു ഓർഡർ കൂടി ലഭിച്ചു. അതും തിരിച്ച് മയ്യനാടേക്ക് തന്നെ ഡെലിവറി ചെയ്യേണ്ട ഓർഡർ ആയിരുന്നു. നമ്മൾ നേരെ പള്ളിമുക്ക് ഹയാത്തിലേക്ക്. അങ്ങനെ ആ ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ നമുക്ക് 35 രൂപ കൂടി കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക്. ഇന്നത്തെ ദിവസം നമ്മൾ മൊത്തം ട്രാവൽ ചെയ്തത് 42.8 കിലോമീറ്റർ ആണ്. നമുക്ക് കിട്ടിയ ഏണിങ്സ് എന്ന് പറയുന്നത് 345 രൂപ 46 പൈസയാണ്. കൂടുതൽ ഏണിങ്സുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം.